ഹായ്, എൻ്റെ പേര് വൈശാലി. ഞാൻ ഇൻ്റർവ്യൂ ലേണിങ്ങിലെ ഫൗണ്ടേഷനിലെ CRO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇതിന് മുൻപ് ഒരു ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ തന്നെ ലിറ്റിൽ ജീനിയിലെ ട്യൂട്ടറായിരുന്നു. എനിക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു ജോബാണ് ടീച്ചറാവുക എന്നുള്ളത്. കുഞ്ഞുനാളിൽ ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞാൻ അതിന് ശേഷം മാരേജിന് ശേഷം എൻ്റെ ഈ ഒരു ജോബിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി. ഞാൻ ഇവിടെ OGD ഹെഡായിട്ടുള്ള നിയ ത്രൂ ആണ് ഇവിടെ ടീച്ചർ വേക്കൻസി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാനിവിടെ ജോയിൻ ചെയ്തു. 2.5 വർഷം ഞാനിവിടെ വർക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു മോളുണ്ട്. അപ്പോൾ മോളെ ഇട്ടിട്ട് ഈ ഒരു ജോബ് കൊണ്ടുപോലും എനിക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഓൺലൈൻ ട്യൂഷനിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ മോളുടെ സെയിം ഏജുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ക്രിസ്പായി തോന്നി. നന്നായിട്ട് അവിടെ മാനേജ് ചെയ്യാനും വർക്ക് ചെയ്യാനും സാധിച്ചു. 2.5 വർഷത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ എല്ലാവരും എനിക്ക് ഫേവറേറ്റ് തന്നെയാണ്. പക്ഷെ അതിൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് എൻഡ് ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട്. മോൻ്റെ പേര് ഹാത്തിം എന്നാണ്. ഹാത്തിം ഒട്ടും കോപ്പറേറ്റീവ് ആയിരുന്നില്ല. ക്ലാസ് പാരൻസിൻ്റെ മടിയിലിരുന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുള്ളായിരുന്നു. ദെൻ ത്രൂ ഔട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ എൻഡ് ആയപ്പോഴേക്കും അവൻ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എക്സാം നടത്തിയ സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹാത്തിം വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ 13? അവൻ പറഞ്ഞു 14 എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെരി ഗുഡ് ഹാത്തിം. അപ്പോൾ അവൻ തന്നെ ആ ഒരു ആൻസറിന് കറക്റ്റായി എന്നുള്ളത് അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. KGF ദ മ്യൂസിക് ടാൻ 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 ടാങ്. ആ സമയത്ത് ആസ് എ ട്യൂട്ടർ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഒരു പോയിന്റ് എത്തിയ സമയത്ത് എനിക്കൊരു ചേഞ്ച് വേണം തോന്നി. ആ സമയത്ത് മോള് കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പം മോൾ അത്ര ഡിപ്പെൻഡഡ് അല്ല. അപ്പോൾ ഞാൻ ട്യൂട്ടറായ സമയത്ത് എനിക്കൊരു CRA ഉണ്ടായിരുന്നു. എനിക്ക് സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പുറത്തൊരു ജോബിന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരിതുള്ളതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിലെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് അറിഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്തു. നൗ ഞാനിപ്പോൾ ഇവിടുത്തെ ഫൗണ്ടേഷനിലെ CRO ആയിട്ട് വർക്ക് ചെയ്യണം. ഇവിടെ വന്നതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമായിട്ടാണ് ഞാൻ ഈ ജോബ് റോളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്ന കുറച്ച് സമയം എനിക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നു. ദെൻ ഗ്രാജുവലി ഞാനത് ഓക്കെ ആയി. കാരണം ഇവിടെ ഭയങ്കര വൈബാണ്. കാരണം ഒരു ബോസി വൈബ് അങ്ങനെയല്ല. നമ്മുടെ കൊളീഗ്സ് ആയാലും മാനേജേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ആ ഒരു ഇത് എനിക്ക് എന്താ വെച്ചാൽ ട്യൂട്ടർ ആയാലും ശരി CRA ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് സ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ജേണി എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കുറേ പാഷനും ഡ്രീംസും ഉള്ള ആളുകളാണ്. സോ നമ്മുടെ പാഷൻ എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്ത് കിട്ടുമ്പോഴുള്ളൊരു ഫീല്, സത്യം പറയുകയാണെങ്കിൽ ഞാനത് അനുഭവിച്ച ഒരാളാണ്. എനിക്ക് അതിനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുള്ളത് ഇൻ്റർവെൽ എന്നാണ്. സോ നിങ്ങളും പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ ചൂസ് യുവർ റൈറ്റ് പാത്ത്. താങ്ക് യു ഇൻ്റർവെൽ ലേണിംഗ് ഫോർ ഗിവിങ് മി ദിസ് ഓപ്പർച്യൂണിറ്റി.